ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. എന്റെ പേര് കിരൺ. നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. നമ്മളിന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഒരു പരിശീലന പദ്ധതിയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പരിശീലന പദ്ധതി. അതിന്റെ പേര് വിജയവീതി എന്നാണ്. അപ്പോൾ മത്സര പരീക്ഷകൾക്കായിട്ട്, കോമ്പറ്റേറ്റീവ് എക്സാംസിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വിജയം നേടുന്നതിന്, അവരെ സഹായിക്കുന്നതിന്, പരിശീലനം നൽകുന്നതിനായിട്ട് സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലെ റൂട്രോണിക്സ് സംസ്ഥാനത്താകെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വിജയവീതി എന്നുള്ളത്. ഓർമ്മിച്ചു വയ്ക്കുക, സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള റൂട്രോണിക്സ് സംസ്ഥാനത്താകെ മത്സര പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന അഭ്യസ്ത വിദ്യാർത്ഥികൾക്ക് വിജയം നേടുന്നതിനായിട്ട് പരിശീലനം നൽകുന്ന പദ്ധതിയാണ് വിജയവീതി എന്നുള്ളത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ബുള്ളറ്റ് പ്രൂഫ് വാഹനത്തെ പറ്റിയാണ്. അതിന്റെ പേര് ലൈറ്റ് ആംഡ് ട്രൂപ്പ് കാരിയർ എന്നാണ്. അപ്പോൾ 2020 ഡിസംബറിൽ മാവോയിസ്റ്റ് മേഖലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായിട്ട് നടത്തുന്നതിന് കേരള പോലീസിലെ തണ്ടർബോൾട്ട് സേനയ്ക്കായിട്ട് വാങ്ങിയ പുതിയ ബുള്ളറ്റ് പ്രൂഫ് വാഹനമാണ് ലൈറ്റ് ആംഡ് ട്രൂപ്പ് കാരിയർ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കേരള പോലീസിലെ തണ്ടർബോൾട്ട് സേനയ്ക്കായിട്ട് മാവോയിസ്റ്റ് മേഖലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായിട്ട് നടത്തുന്നതിന് വാങ്ങിയ ബുള്ളറ്റ് പ്രൂഫ് വാഹനമാണ് ലൈറ്റ് ആംഡ് ട്രൂപ്പ് കാരിയർ എന്നുള്ളത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. അതിന്റെ പേര് COVID-19 ആപ്പ് എന്നാണ്. അപ്പോൾ ഈ ആപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് ലോകാരോഗ്യ സംഘടനയാണ്. അപ്പോൾ COVID-19 രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ വാർത്തകളും വ്യാജ പ്രചരണങ്ങളും തടയുന്നതിന്റെ ഭാഗമായിട്ട് ലോകാരോഗ്യ സംഘടന ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് COVID-19 ആപ്പ് എന്നുള്ളത്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ്. നിലവിലെ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥനമാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സർഫസ് ടു എയർ മിസൈൽ സംവിധാനമായ ആകാശ് മിസൈൽ സംവിധാനത്തെ പറ്റിയാണ്. 2020 ഡിസംബറിൽ സൌഹൃദ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാൻ, എക്സ്പോർട്ട് ചെയ്യാൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹ്രസ്വദൂര ഷോർട്ട് റേഞ്ച് സർഫസ് ടു എയർ മിസൈലാണ് ആകാശ് മിസൈൽ സംവിധാനം. അപ്പോൾ 2020 ഡിസംബറിൽ കയറ്റുമതിക്കായിട്ട് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈൽ സംവിധാനമാണ് ആകാശ് മിസൈൽ സംവിധാനം. വികസിപ്പിച്ചിരിക്കുന്നത് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനാണ്, DRDO ആണ്. DRDOയുടെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ്. നിലവിലെ DRDOയുടെ ചെയർമാൻ ഡോക്ടർ G സതീഷ് റെഡ്ഡിയാണ്. അപ്പോൾ 2020 ഡിസംബറിൽ ഇന്ത്യയുടെ സൌഹൃദ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ ഇന്ത്യയുടെ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈൽ സംവിധാനമാണ് ആകാശ് മിസൈൽ സംവിധാനം. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ തദ്ദേശീയമായി വികസിപ്പിച്ച് വിജയകരമായി പരീക്ഷിച്ച എയർ ഡ്രോപ്പബിൾ കണ്ടെയ്നറിനെ പറ്റിയാണ്. അതിന്റെ പേര് സഹായക് NG എന്നാണ്. അപ്പോൾ ഓർമ്മിച്ചു ചെയ്യുക, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച് വിജയകരമായി പരീക്ഷിച്ച എയർ ഡ്രോപ്പബിൾ കണ്ടെയ്നറാണ് സഹായക് NG. IL-38SD എയർക്രാഫ്റ്റിൽ നിന്നാണ് ഇങ്ങനെ ഒരു എയർ ഡ്രോപ്പബിൾ കണ്ടെയ്നർ സംവിധാനം ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ചിരിക്കുന്നത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ബുക്ക്ലെറ്റ് ആണ്. അതിന്റെ പേര് ബിൽഡിംഗ് ആൻഡ് ആത്മനിർഭർ ഭാരത് എന്നാണ്. അപ്പോൾ 2020 ഇന്ത്യൻ റെയിൽവേ നടപ്പിലാക്കിയ വിവിധ പദ്ധതികളും അതുപോലെ തന്നെ കൈവരിച്ച വിവിധ നേട്ടങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള റെയിൽവേ മന്ത്രാലയം റീസെന്റ് ആയിട്ട് പുറത്തിറക്കിയ ഒരു ബുക്ക്ലെറ്റ് ആണ് ബിൽഡിംഗ് ആൻഡ് ആത്മനിർഭർ ഭാരത് എന്നുള്ളത്. അപ്പോൾ ബിൽഡിംഗ് ആൻഡ് ആത്മനിർഭർ ഭാരത് എന്നുള്ള ബുക്ക്ലെറ്റ് പുറത്തിറക്കിയിരിക്കുന്നത് കേന്ദ്ര റെയിൽവേ മന്ത്രാലയമാണ്. 2020 ഇന്ത്യൻ റെയിൽവേ കൈവരിച്ച നേട്ടങ്ങളും അതുപോലെ തന്നെ ആരംഭിച്ച പദ്ധതികളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ബുക്ക്ലെറ്റ് ആണ് ബിൽഡിംഗ് ആൻഡ് ആത്മനിർഭർ ഭാരത് എന്നുള്ളത്. റെയിൽവേ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി ആരാണ്? ശ്രീ പീയൂഷ് ഗോയലാണ്. അതുപോലെ തന്നെ റെയിൽവേ ബോർഡിന്റെ നിലവിലെ ചെയർമാൻ ആൻഡ് CEO ശ്രീ VK യാദവാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നതും ശ്രീ VK യാദവിനെ പറ്റിയാണ്. റീസെന്റ് ആയിട്ട് അദ്ദേഹത്തിന് ഒരു പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി IETയുടെ എമിനന്റ് എഞ്ചിനീയർ അവാർഡ് ഫോർ ദി ഇയർ 2020 പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് റെയിൽവേ ബോർഡിന്റെ നിലവിലെ CEO ആൻഡ് ചെയർമാനായ ശ്രീ VK യാദവനാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. CBIയുടെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ ചീഫ് ഇൻഫർമേഷൻ ഓഫീസറായിട്ട് നിയമിതനായിരിക്കുകയാണ് ശ്രീ രമേശ് ചന്ദ്ര ജോഷി. അപ്പോൾ CBIയുടെ ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ CIO ആയിട്ട് നിയമിതനായിരിക്കുന്നത് ആരാണ്? ശ്രീ രമേശ് ചന്ദ്ര ജോഷിയാണ്. CBIയുടെ ആസ്ഥാനം നമുക്കറിയാം ന്യൂഡൽഹിയിലാണ്. CBIയുടെ ഡയറക്ടർ ആരാണ്? ശ്രീ ഋഷികുമാർ ശുക്ലയാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒഡീഷ സ്വദേശിനിയായ ഇന്ത്യൻ ഹോക്കി താരം നമിത തോപ്പോയെ പറ്റിയാണ്. 2020 ഏകലവ്യ പുരസ്കാർ ജേതാവാണ് നമിത തോപ്പോ. അപ്പോൾ ഓർമ്മിച്ചു വെച്ചേക്കുക, 2020 ഏകലവ്യ പുരസ്കാര ജേതാവാണ് ഇന്ത്യൻ ഹോക്കി താരം ഒഡീഷ സ്വദേശിനിയായ നമിത ടോപ്പോ. അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു അപ്പോയിന്റ്മെന്റ് ആണ്. HDFC ബാങ്കിന്റെ
പ്രശസ്ത പ്രൈവറ്റ് ബാങ്കായ HDFC ബാങ്കിന്റെ പുതിയ ചെയർമാനായിട്ട് നിയമിതനാകുന്നത് മുൻ എക്കണോമിക് അഫയേഴ്സ് സെക്രട്ടറിയായ ശ്രീ അധാനു ചക്രവർത്തിയാണ്. അപ്പോൾ HDFC ബാങ്കിന്റെ പുതിയ ചെയർമാനായിട്ട് 2021 അദ്ദേഹം നിയമിതനാകുന്നത്. അപ്പോൾ HDFC ബാങ്കിന്റെ ചെയർമാനായിട്ട് നിയമിതനാകുന്നത് ശ്രീ അധാനു ചക്രവർത്തിയാണ്. HDFC ബാങ്കിന്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നത്? മുംബൈയിലാണ്. HDFC ബാങ്കിന്റെ നിലവിലെ MD ആൻഡ് CEO ശ്രീ ശശിധർ ജഗദീഷിനാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വടക്കിഴക്കൻ സംസ്ഥാനമായ നാഗാലാൻഡിനെ പറ്റിയാണ്. ആഭ്യന്തര പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനെ തുടർന്ന് ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് പ്രകാരം അടുത്ത 6 മാസത്തേക്ക് പ്രശ്നബാധിത പ്രദേശമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാഗാലാൻഡിനെ. അപ്പോൾ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് പ്രകാരം അഫ്സ്പ പ്രകാരം അടുത്ത 6 മാസത്തേക്ക് പ്രശ്നബാധിത പ്രദേശമായിട്ട് പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് വടക്കുകിഴക്കൻ സംസ്ഥാനമായ നാഗാലാൻഡ്. നാഗാലാൻഡിന്റെ തലസ്ഥാനം നമുക്കറിയാം കൊഹിമയാണ്. നാഗാലാൻഡിന്റെ മുഖ്യമന്ത്രി നെഫ്യൂ റിയോ ആണ്. നാഗാലാൻഡിന്റെ ഗവർണർ ശ്രീ RN രവിയാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തമിഴ്നാട്ടിലെ 38ാമത് ജില്ല നിലവിൽ വന്നിരിക്കുകയാണ്. അതിന്റെ പേര് മയിലാടുതുറൈ എന്നാണ്. തമിഴ്നാട്ടിലെ നാഗപട്ടണം എന്ന ജില്ലയെ വിഭജിച്ചാണ് മയിലാടുതുറൈ എന്ന പുതിയൊരു ജില്ല രൂപം കൊണ്ടിട്ടുള്ളത്. അപ്പോൾ തമിഴ്നാട്ടിലെ 38ാമത് ജില്ലയാണ് മയിലാടുതുറൈ. തമിഴ്നാടിന്റെ തലസ്ഥാനം ചെന്നൈയാണ്. മുഖ്യമന്ത്രി ശ്രീ എടപ്പാടി പളനിസ്വാമിയാണ്. ഗവർണർ ശ്രീ ബൻവരിലാൽ പുരോഹിതാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മേഘാലയയിലെ റിഭോയ് എന്ന സ്ഥലത്തെ പറ്റിയാണ്. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലയിലെ നോർത്ത് ഈസ്റ്റേൺ പ്രദേശത്തെ ആദ്യ ജിഞ്ചർ പ്രോസസിംഗ് പ്ലാന്റ് നിലവിൽ വരുന്നത് റിഭോയിലാണ്. അപ്പോൾ വടക്കുകിഴക്കൻ മേഖലയിലെ ആദ്യ ജിഞ്ചർ പ്രോസസിംഗ് പ്ലാന്റ്, ഇഞ്ചി പ്രോസസിംഗ് പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? മേഘാലയയിലെ റിഭോയിലാണ്. മേഘാലയയുടെ തലസ്ഥാനം നമുക്കറിയാം ഷില്ലോങ് ആണ്. മേഘാലയയുടെ ഗവർണർ മുൻ ഗോവ ഗവർണറായ ശ്രീ സത്യപാൽ മാലിക് ആണ്. മേഘാലയയുടെ മുഖ്യമന്ത്രി ശ്രീ കോൺറാഡ് സാങ്മയാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തെ നൈനിറ്റാൾ ജില്ലയിലെ ഹൽദ്വാനി എന്ന സ്ഥലത്തെ പറ്റിയാണ്. ഇന്ത്യയിലെ ആദ്യ പോളിനേറ്റർ പാർക്ക്, പരാഗണം നടത്തുന്നതിന് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുന്ന പോളിനേറ്റർ പാർക്ക് നിലവിൽ വരുന്നത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തെ നൈനിറ്റാളിലെ ഹൽദ്വാനി എന്ന സ്ഥലത്താണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ പോളിനേറ്റർ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനി എന്ന സ്ഥലത്താണ്. ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനങ്ങൾ നമുക്കറിയാം ഡെറാഡൂണും അതുപോലെ തന്നെ ഗൈർസേനുമാണ്. ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രി ശ്രീ ത്രിവേന്ദ്ര സിംഗ് റാവത്താണ്. ഗവർണർ ശ്രീമതി ബേബി റാണി മൌര്യയാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. കേന്ദ്ര ഭൂശാസ്ത്ര മന്ത്രാലയം, എർത്ത് സയൻസസ് മിനിസ്ട്രി നിലവിൽ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ആരോഗ്യമന്ത്രിയായ ഡോക്ടർ ഹർഷവർദ്ധൻ തന്നെയാണ്. അപ്പോൾ ഓഷ്യൻ ഡേറ്റ മാനേജ്മെന്റിനായിട്ട് കേന്ദ്ര ഭൂശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലെ ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യാനിക് ഇൻഫർമേഷൻ സർവീസസ് INCOIS ആരംഭിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഡിജിറ്റൽ ഓഷൻ എന്നുള്ളത്. അപ്പോൾ ഓഷൻ ഡേറ്റ മാനേജ്മെന്റിനായിട്ട് കേന്ദ്ര ഭൂശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലെ ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യാനിക് ഇൻഫർമേഷൻ സർവീസസ് ആരംഭിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഡിജിറ്റൽ ഓഷൻ എന്നുള്ളത്. INCOISന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തെലങ്കാനയിലെ ഹൈദരാബാദിലാണ്. നിലവിലെ ഡയറക്ടർ ശ്രീ T ശ്രീനിവാസകുമാറാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു റിവർ റാഫ്റ്റിംഗ് എക്സ്പെഡിഷൻ ആണ്. ആരംഭിച്ചിരിക്കുന്നത് അസം, അരുണാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലാണ്. അപ്പോൾ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു റിവർ റാഫ്റ്റിംഗ് എക്സ്പെഡിഷൻ ആരംഭിച്ചിരിക്കുന്നത്. നദീജല മലിനീകരണം തടയുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് അസം, അരുണാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിൽ ബ്രഹ്മപുത്ര നദിയിൽ ആരംഭിച്ച റിവർ റാഫ്റ്റിംഗ് എക്സ്പെഡിഷനാണ് ബ്രഹ്മപുത്ര ആമന്ത്രൺ അഭിയാൻ എന്നുള്ളത്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചേക്കാം, ബ്രഹ്മപുത്ര ആമന്ത്രൺ അഭിയാൻ എന്നുള്ളത് ഒരു റിവർ റാഫ്റ്റിംഗ് എക്സ്പെഡിഷനാണ്. ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ആരംഭിച്ചിരിക്കുന്നത്? അസം, അരുണാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലാണ്. നദീജല മലിനീകരണം തടയുന്നത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിവർ റാഫ്റ്റിംഗ് എക്സ്പെഡിഷൻ ദേശീയ ദുരന്ത നിവാരണ സേന ആരംഭിച്ചിരിക്കുന്നത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പരാതി പരിഹാര സംവിധാനം, കംപ്ലൈന്റ് റിഡ്രസൽ മാനേജ്മെന്റ് സിസ്റ്റം ആരംഭിച്ചിരിക്കുന്നത് പശ്ചിമ ബംഗാളിലാണ്. അതിന്റെ പേര് പരൈ സമാധാൻ എന്നാണ്. അപ്പോൾ പശ്ചിമ ബംഗാൾ സർക്കാർ ആരംഭിച്ച പരാതി പരിഹാര സംവിധാനമാണ് പരൈ സമാധാൻ എന്നുള്ളത്. പശ്ചിമ ബംഗാളിന്റെ തലസ്ഥാനം നമുക്കറിയാം കൊൽക്കത്തയാണ്. മുഖ്യമന്ത്രി ശ്രീമതി മമതാ ബാനർജിയാണ്. ഗവർണർ ശ്രീ ജഗദീപ് ധൻഖറാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്തോനേഷ്യയിൽ റീസെന്റ് ആയിട്ട് നിരോധനം ഏർപ്പെടുത്തിയ തീവ്രവാദ സംഘടനയാണ് ഇസ്ലാമിക് ഡിഫൻഡേഴ്സ് ഫ്രണ്ട് എന്നുള്ളത്. അപ്പോൾ ഇസ്ലാമിക് ഡിഫൻഡേഴ്സ് ഫ്രണ്ട് ഏത് രാജ്യത്തെ തീവ്രവാദ സംഘടനയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്തോനേഷ്യയിലാണ്. റീസെന്റ് ആയിട്ട് ഇന്തോനേഷ്യയിൽ നിരോധനം ഏർപ്പെടുത്തിയ തീവ്രവാദ സംഘടനയാണ് ഇസ്ലാമിക് ഡിഫൻഡേഴ്സ് ഫ്രണ്ട്. ഇന്തോനേഷ്യയുടെ തലസ്ഥാനം നമുക്കറിയാം ജക്കാർത്തയാണ്. ഇന്തോനേഷ്യയുടെ കറൻസി ഇന്തോനേഷ്യൻ റുപ്പിയയാണ്. ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ജോക്കോ വിഡോഡോയാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അറബ് രാഷ്ട്രമായ കുവൈറ്റിന്റെ തലസ്ഥാനമായ കുവൈറ്റ് സിറ്റിയെ പറ്റിയാണ്. 2021 നടക്കുന്ന 4ാമത് ഏഷ്യൻ യൂത്ത് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത്
കുവൈറ്റ് സിറ്റിയാണ്. അപ്പോൾ നാലാമത് ഏഷ്യൻ യൂത്ത് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് 2021 നടക്കുന്ന ഏഷ്യൻ യൂത്ത് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് കുവൈറ്റിന്റെ തലസ്ഥാനമായ കുവൈറ്റ് സിറ്റിയാണ്. കുവൈറ്റിന്റെ കറൻസി കുവൈറ്റി ദിനാറാണ്. അടുത്തത് ഒരു വിയോഗമാണ്. 2020 ഡിസംബറിൽ അന്തരിച്ച ഒളിമ്പ്യനും അതുപോലെ തന്നെ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവുമായ വ്യക്തിയാണ് കൊൽക്കത്ത സ്വദേശിയായ നിഖിൽ നന്ദി. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ആണ്. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ആണവ റിയാക്ടർ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപാദനം നടത്താനുള്ള നൂതന പദ്ധതി ആരംഭിക്കുന്ന ബഹിരാകാശ ഏജൻസി ഏതെന്നാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിരുന്നു. കാണാത്തവർ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പോയി കാണുക. ആ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ് സംസ്ഥാന സർക്കാരിന്റെ അക്ഷയ ഊർജ്ജ അവാർഡ് 2019 സമഗ്ര സംഭാവനയ്ക്കായുള്ള വ്യക്തിഗത പുരസ്കാര ജേതാവ് ആരാണെന്നുള്ളത്. അപ്പോൾ ഈ പുരസ്കാരം നേടിയിരിക്കുന്നത് പ്രൊഫസർ VK ദാമോദരനാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സുകളാണ്. ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു. അതുപോലെ തന്നെ എല്ലാവർക്കും പുതുവത്സരത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.